പലരും ഇട്ടേച്ച് പോയി. പക്ഷെ ഇട്ടേച്ച് പോകാൻ തോന്നിയില്ലേന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, വണ്ടിൻ്റെ ഉള്ളിലും ഉണ്ട്. അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ. ഇനിയിപ്പോൾ ഓനെടുക്കും. ഓൻ്റെ അച്ഛന് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, കൊണ്ടുവരും. 72 ദിവസങ്ങളായി ഒരു ലോറിക്ക് പിറകിയായിരുന്നു നാട്. ഇന്ന് കേരളത്തിന്റെ ഹൃദയം തകർത്ത് ഗംഗാവലി പുഴയുടെ മുകളിൽ ആ വെളുത്ത ട്രക്കിന്റെ രൂപം തെളിഞ്ഞു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർക്കൊപ്പം അർജുനും ജീവൻ ഉപേക്ഷിച്ചു. നെഞ്ചുപൊട്ടി പുഴയുടെ ഓരത്ത് അർജുന്റെ പ്രിയപ്പെട്ടവർ നാളുകൾ തള്ളി നീക്കി. കരഞ്ഞു തളർന്ന മുഖങ്ങൾ. അതിർത്തിക്കപ്പുറം കണ്ണാടിക്കലിൽ അർജുന്റെ മടങ്ങിവരവും കാത്ത് ഒരു കുടുംബമുണ്ട്. അല്ല, ഒരു നാട് ഒന്നടങ്കമുണ്ട്. അവനെ വേണ്ടിട്ട് അവസാനം വരെ പോരാടുന്നില്ല. ഇപ്പം എല്ലാവർക്കുള്ള ഒരു ഉത്തരം തന്നെയാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. വണ്ടി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വിവാദങ്ങൾക്കുള്ള ഒരു ഉത്തരം തന്നെയാണ്. പല ഘട്ടങ്ങളിലായി നീണ്ടുപോയ ദൗത്യം. സമാനതകളില്ലാതെ കേരളം കാത്തിരുന്ന ദിവസങ്ങൾ. ജൂലൈ 16-ന് കർണാടകയിലെ ഷിരൂരിലൊരു മണ്ണിടിച്ചിലുണ്ടായി. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് സർവ്വതും തകർത്തെറിഞ്ഞ മണ്ണിനടിയിൽ കോഴിക്കോട് സ്വദേശി അർജുനുണ്ടെന്ന ബന്ധുക്കളുടെ വിലാപം കേൾക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ, നാവികസേന, കരസേന, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ, പേരെടുത്തു പറയാൻ ബാക്കിയുള്ള എത്രയെത്ര പേർ. നന്ദി എന്ന ഒറ്റ വാക്കിലൊതുങ്ങില്ല. മനുഷ്യ ഐക്യത്തിന്റെ മറ്റൊരു പേരായി ഷിരൂർ രക്ഷാദൗത്യം ചരിത്രമാകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.